കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിൽ ചേർന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തെറ്റിതിരുത്തൽ രേഖ എന്ന് പറയുന്ന ഒരു വസ്തു അംഗീകരിക്കപ്പെട്ടു. ഈ രേഖ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ എങ്ങനെ തെറ്റിതിരുത്തണം, എങ്ങനെ ജനങ്ങളുമായി കൂടുതൽ ചേർന്ന് നിൽക്കണം എന്നതിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ചർച്ചകളൊന്നും പോളിറ്റ് ബ്യൂറോയിൽ നടന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും തുടരുന്നുണ്ട്. നടക്കുമോ എന്ന കാര്യം അറിയില്ല. മാത്രമല്ല, അതിശക്തമായി ഇപ്പോൾ നേതാക്കൾ മാറണം എന്നുള്ള ഒരു അഭിപ്രായം പോളിറ്റ് ബ്യൂറോയിൽ ഉയർന്നില്ല എങ്കിൽ പോലും അതിശക്തമായ വിമർശനമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നയിച്ച നേതാക്കൾക്കെതിരെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉയർന്നത് എന്നുള്ളതാണ് കേൾക്കാതെ കേൾക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ. CPM-ൽ വീണ്ടും തെറ്റിതിരുത്തൽ രേഖ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടിയിൽ തിരുത്തലിനുള്ള രേഖ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തയ്യാറാക്കുന്നത്. 10 വർഷത്തെ ഭരണം മുതിർന്ന നേതാക്കളിലടക്കം പാർലമെന്ററി വ്യാമോഹത്തിന് വഴിവെച്ചു എന്ന് ജനറൽ സെക്രട്ടറി MA ബേബി ചൂണ്ടിക്കാട്ടി. നേതൃമാറ്റം ചർച്ചയായില്ലെങ്കിലും സംസ്ഥാനത്തിന്റെ അവലോകനം അതേപടി അംഗീകരിക്കാതെയാണ് PB കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ട കരട് തെറ്റിതിരുത്തൽ രേഖ തയ്യാറാക്കുന്നത്. അടുത്ത മാസം 11, 12, 13 തീയതികളിലായി നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാനുള്ള തെറ്റിതിരുത്തൽ രേഖയ്ക്കാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ചേർന്ന പോളിറ്റ് ബ്യൂറോ അന്തിമ രൂപം നൽകിയത്. 15 കൊല്ലത്തിന് ശേഷമാണ് ദേശീയതലത്തിൽ വീണ്ടും തെറ്റിതിരുത്തൽ രേഖ തയ്യാറാക്കി സംഘടനയെ നവീകരിക്കാൻ CPM കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, പക്ഷേ ഇത് ഔദ്യോഗികമായി ആലോചിച്ച് തുടങ്ങിയത് ഇപ്പോഴാണ്. കാരണം കഴിഞ്ഞ 10 വർഷവും ഭരണമുണ്ടായിരുന്നു, ഇനിയും ഭരണം കിട്ടും എന്നുള്ള പാർലമെന്ററി വ്യാമോഹം പലരിലും കടന്നു വന്നു. MV ഗോവിന്ദന്റെ ഭാര്യയൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പാർലമെന്ററി വ്യാമോഹത്തിന്റെ മറ്റൊരു പ്രകടമായ ഉദാഹരണമാണ്. താനല്ലെങ്കിൽ തന്റെ ഭാര്യ എന്നുള്ള MV ഗോവിന്ദന്റെ ചിന്തയാണ് എന്ന് സഖാക്കൾ തന്നെ പറയുന്നുണ്ട്. കനത്ത തോൽവിക്ക് സംഘടനാ ദൗർബല്യങ്ങൾ കാരണമാണ് എന്ന് വിലയിരുത്തിയാണ് തെറ്റിതിരുത്തൽ രേഖ വരുന്നത്. മുതിർന്ന നേതാക്കൾ CPM വിട്ട് UDF-നൊപ്പം ചേർന്ന് മത്സരിച്ചത് പാർട്ടി വിലയിരുത്തി. V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അതുപോലെ G സുധാകരനുമൊക്കെ. കേരളത്തിൽ 10 കൊല്ലത്തെ ഭരണം പാർലമെന്ററി വ്യാമോഹം നേതാക്കളിൽ വല്ലാതെ കൂടാൻ ഇടയാക്കി എന്ന് വിലയിരുത്തപ്പെടുന്നു. എല്ലാവർക്കും MLA-മാരാകണം, മന്ത്രിമാരാകണം, MP-മാരാകണം, ഉയർന്ന സ്ഥാനങ്ങൾ വേണം. ആ സ്ഥാനമോഹം ഒരു വേള വലിയ തിരിച്ചടിയായി എന്നും പറയുന്നു. നേതൃത്വത്തിന് എതിരെ ചർച്ചകൾ വന്നില്ലെങ്കിലും നേതൃത്വത്തിന് എതിരെ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ഈ ചോദ്യശരങ്ങളും അതുപോലെ രേഖകളും ഒക്കെ തന്നെ അവസാനം ചെന്ന് എത്തുന്നത്. കുടുംബാംഗങ്ങൾക്കടക്കം സീറ്റ് ഉറപ്പിക്കാൻ നേതാക്കൾ നടത്തിയ നീക്കങ്ങളും തെറ്റിതിരുത്തൽ രേഖയിൽ ചർച്ചയാകുന്നു. പിണറായിയും MV ഗോവിന്ദനും നേതൃത്വത്തിൽ തുടരുന്നതിൽ PB മുതൽ താഴെത്തട്ട് വരെ എതിർപ്പുണ്ടെങ്കിലും നേതൃമാറ്റം ചർച്ചയായില്ല എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായിയെയും MV ഗോവിന്ദനെയും വ്യക്തിപരമായി വിമർശിക്കാതെയുള്ള സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് അതേപടി PB അംഗീകരിക്കുകയായിരുന്നു. PB-യിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് തയ്യാറാക്കുന്ന രേഖയാകും കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുക. പിണറായിയുടേതടക്കം നേതൃത്വത്തിനെതിരെ ചോദ്യമുയരുമ്പോൾ പാർട്ടി വിട്ടവരുടെ പാർലമെന്ററി വ്യാമോഹത്തിലേക്ക് മാത്രം ശ്രദ്ധ മാറ്റുന്നതെന്തിന് എന്ന ചോദ്യവും CPM-ൽ ഉയർന്നേക്കാം. ഇത്തരക്കാർക്ക് V കുഞ്ഞികൃഷ്ണനൊക്കെ പാർലമെന്ററി വ്യാമോഹമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ജനറലി പാർലമെന്ററി വ്യാമോഹം പല നേതാക്കൾക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്കും മത്സരിക്കാത്തവർക്കും സീറ്റ് കിട്ടാത്തവർക്കും ഒക്കെ തന്നെ ഉണ്ടായി എന്ന ഒരു പൊതു വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ വയ്ക്കാനുള്ള ഈ തെറ്റിതിരുത്തൽ രേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എഴുതി ചേർത്തിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്ത് അത് വേണ്ട നടപടികൾ ഉടൻ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കൂടിയതിന് ശേഷം തന്നെ കൈക്കൊള്ളും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.